ഹായ് ഗായ്സ്, ഹായ് മാമൂസിന്റെ ഫുഡ് ബ്ലോഗിന്റെ ടൺ കണക്കിന് ഫുഡ് ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പൊള്ളി വൈബുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മള് സത്യേട്ടന്റെ പറമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അടിപൊളി ശാപ്പാടാണ്. ഈ ശാപ്പാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒരു പറമ്പിൽ എന്ത് ശാപ്പാടാണെന്ന്. ഇവിടുന്ന് കല്യാണമല്ല, 16 അടിയന്തരമല്ല, വേറെ ബർത്ത്ഡേ അല്ല, ഒന്നുമല്ല. ഇതൊരു പുതിയ സംഭവമാണ്. ഈ സത്യേട്ടന്റെ പറമ്പിൽ ഒരു ഹോട്ടലാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സത്യേട്ടനാണ് ഈ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം സത്യേട്ടൻ. സത്യേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യേട്ടൻ നമ്മുടെ രാജകുടുംബത്തിലെ കുശിനിക്കാരനാണ്. അവരെ പാരമ്പര്യത്തിലുള്ള ആളാണ് അല്ലേ? അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ കണ്ടല്ലേ, ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഇവിടെ ഒന്നിനും ഒളിമറയില്ല. കുക്കിംഗ് എല്ലാം ഓപ്പൺ ആയിട്ടാണ്. ഇല്ല നിങ്ങൾക്ക് അടുക്കള സംശയമൊന്നും അങ്ങനെ ഒരു സംശയം വേണ്ട. ഗംഭീര സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഡോക്ടർമാരുടെ ഓരോ സ്പെഷ്യലിസ്റ്റ്. അതായത് ഇപ്പൊ ഒരു ഓർത്തോ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗൈനക്ക് ഉണ്ടാവും, അവിടെ ഒരു ജനറൽ മെഡിസിൻ ഉണ്ടാവും. അതുമാതിരിയാണ് ഇവിടുത്തെ കുക്കുമാർ, ഇവിടുത്തെ ഷെഫുമാർ. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പൊ അവരുടെ കഴിവിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇതായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ഷെഫാണ് ഉണ്ണിയുടെ സ്പെഷ്യൽ എന്താണ്? പോത്ത് ഉണ്ണി ഫ്രഷ് ആയിട്ട് കിട്ടും. ഉണ്ണി വളർത്തിയ പോത്ത് സ്പെഷ്യലിസ്റ്റ്. ഇത് നമ്മുടെ ഇവിടുത്തെ സ്വന്തം സത്യേട്ടന്റെ മരുമകനാണ് പ്യാരി യാദവ്. എന്താണ് പ്യാരിയുടെ സ്പെഷ്യൽ എന്താണ്? എനിക്ക് ചിക്കൻ പൊളുത്തിയത്, മട്ടൻ പൊട്ടിത്തെറിച്ചത്, വരാൽ വർമ്മ ഇവിടുത്തെ ഒരു പൊളി വൈബ് സാധനം. ഞാനിവിടെ മട്ടൻ ഉപ്പിലിട്ടത്. അത് ആരാ ഉപ്പിലിട്ടത്? അതിന്റെ സ്പെഷ്യൽ പ്യാരിയാണ്. അപ്പൊ സത്യേട്ടന്റെ സ്പെഷ്യൽ എന്താണ്? മുളകട്ട മീൻകറി. അയ്യോ, സത്യേട്ടന്റെ മുളകട്ട മീൻകറി ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് മണം അടിച്ചിട്ടുള്ള നാവിന് വെള്ളം ഊറിയിട്ട് ഇങ്ങനെ നിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അതെ, ഇവിടുത്തെ ഇത് നമ്മള് അയല നിർത്തിപ്പൊരിച്ചതാണ്. നിർത്തിപ്പൊരിച്ച അയല ഞാൻ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. ഇതൊരു ഗംഭീര സാധനമാണ്. അത് എന്റെ മണം കണ്ടോ? ഇത് കണ്ടോ? ഇത് മത്തി, കിടത്തി വറുത്ത മത്തിയാണ്. ഇത് മത്തി അങ്ങനെ കിടത്തിയിട്ട് ഭയങ്കര പരിപാടിയാണത്. എന്നിട്ട് നേരെ എടുത്ത് വറുത്തിട്ട് ഇലയിൽ കിടത്തുകയാണ്. ഇലയിൽ കിടത്തിയിട്ട് ഇതിങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ. ഈ ഒരൊറ്റ മത്തി മതി നമുക്ക് ഒരടങ്ങഴി ചോറ് കഴിക്കാനായിട്ട്. സ്പെഷ്യൽ ഐറ്റം. ഇതെന്താണ് സ്പെഷ്യൽ? നമ്മള് പണ്ട് പട്ടിക്കൊക്കെ കൊടുക്കൂല എല്ലാം കൂടി ഇട്ടിട്ട്. ഇതിപ്പോ ചട്ടിച്ചോറ് ഭയങ്കര. അതെ, പണ്ട് പട്ടിച്ചോറായിരുന്നു, ഇപ്പൊ ചട്ടിച്ചോറായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവമാണ്. ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇതില് മീനുണ്ട്, ഓംലെറ്റ് ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പപ്പടം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ ഇപ്പൊ പട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ പഴയ ഭക്ഷണമായിരുന്നു. പട്ടികൾക്ക് കൊടുക്കുമ്പോ നമ്മൾ കുഴക്കും. ഇതിപ്പോ അവര് കുഴച്ചോളും. കുഴച്ച് കഴിക്കാന്നുള്ളതാണ്. ഇതെന്താണ്? ഇതെന്താണ് സ്പെഷ്യൽ? ചട്ടിക്കപ്പ ബീഫ്. അതെ, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണയാണോ അതോ ഉണ്ടാക്കി ഇതിലോട്ട് വെക്കണയാണോ അതോ ചട്ടിയോട് കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും? എങ്ങനെയാണ് ചെയ്യുന്നത്? ചട്ടിയുടെ ചെയ്യും. ഈ പപ്പടം എന്ന് പറയുന്നത് ഇത് ഒന്നൊന്നര പപ്പടമാണ്. ഇത് പൊടിച്ചാൽ പെട്ടെന്നൊന്നും അങ്ങനെ പൊടിയൂല. ഇത് നമ്മൾ ഇച്ചിരി ബലം കൊടുത്ത് പൊടിച്ചാൽ ഇത് പൊടിയൂല. അതാണ് ശരിക്കുള്ള പപ്പടം. കുട്ടിയെ ഭക്ഷണം കഴിയുമ്പോ ഈ ജൈവ പല്ലുകുത്തിയാണ്. ഇതിന്റെ എവിടെ കിട്ടും? പൊള്ളി വൈബ് സംഭവം. ഇത് കൊട്ടാരത്തിലൊക്കെ രാജാക്കന്മാരിങ്ങനെ കുത്തിയായിരുന്നു. അതെ, പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സത്യേട്ടൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പല്ലുകുത്തി. അതായത് ജൈവം, ഒരു കെമിക്കലും ഇല്ലാത്തൊരു സാധനമാണ്. ഇത് ഫ്രീ ആയിട്ട് സത്യേട്ടൻ കുത്തിയാന്ന് പറ്റും. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് സത്യേട്ടൻ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം ഗൈസ്. നിങ്ങൾ എന്താ വെച്ചാൽ ഇത് കണ്ടു. നിങ്ങൾ എന്താ വെച്ചാൽ ഗൈസ്, ഇവിടെ വന്ന് ഈ സത്യേട്ടന്റെ പറമ്പിലെ ശാപ്പാട് ഒരു നേരം വന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആണ്. ഞാൻ പറയണത് ഇവിടെ വന്നിരുന്ന് അനുഭവിച്ചത്. ഇവിടെ കഴിച്ചോണ്ടിരിക്കണവരെ കാണുക. ഫാമിലിയുടെ എന്ത് സന്തോഷത്തോടെയാണ് അവർക്ക് ഇരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി പ്രവാസികൾ ഇത് കേൾക്കുന്ന പ്രവാസികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ വരണമെങ്കിൽ നമ്മുടെ കുമ്പളത്ത് ടോളിന്റെ അവിടെ നിന്ന് വലത് തിരിഞ്ഞ് അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ സത്യേട്ടന്റെ പറമ്പിലെ ശാപ്പാട് വരെ വന്ന് ഒരു നേരത്തെ ശാപ്പാട് കഴിച്ചാലും നിങ്ങളുടെ ജീവിതം ധന്യമാവുള്ളൂ. ഈ നേരത്ത് നിലത്ത് വെക്കാൻ സമയമില്ലാണ്ടായിരുന്നു നമ്മള് നിന്നെ അല്ലേ? ഒരു പൂച്ച കുഞ്ഞും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരണില്ല. എന്തുണ്ടായി? പിടുത്തം കിട്ടണ്ട. രണ്ടാൾക്കാർ വരുന്നിട്ടാ. എന്തായാലും എന്താ വേണ്ട എടുത്തു കൊടുക്ക്. ഇരുന്നോളി. ചേട്ടാ, ഇവിടെ ഒരു കടയുണ്ടല്ലോ സത്യേട്ടന്റെ ഒരു ഹോട്ടലിൽ, ഈ പറമ്പിലെ ശാപ്പാട് എന്ന് പറഞ്ഞിട്ട്. എന്താ പറമ്പിന്റെ കച്ചവടത്തിന് ഇറങ്ങിയതാ?
ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ ഈ പരിസരത്ത് ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമില്ല. സത്യേട്ടന്റെ പറമ്പിലെ ഷാപ്പാട് പറഞ്ഞിട്ട് പറമ്പിലുള്ള സാപ്പാടൊക്കെ അത്ര നന്നാവോ അത് അറിയില്ല കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്താ വേണ്ട? അല്ല അത് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല അഭിപ്രായമാണ് പറയണത്. ഇപ്പൊ ആർക്കും എന്താ പറയാൻ പറ്റുക. ഇവിടെ ഈ പരിസരത്ത് ഇപ്പൊ എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്ന് അറിയണത് ഇതാണ്. നമുക്ക് അറിയണ്ടാണ്. എന്താ പോയതോ എന്തൊക്കെയാണ് അല്ല തന്നെ ചേട്ടാ ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സത്യേട്ടന്റെ നമ്മളെ പറമ്പിലെ അതന്നെ പറമ്പിലെ ഷാപ്പാട്. ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയാൽ മതി. 500 മീറ്റർ പോയിട്ട് ഒരു ചെറിയൊരു ഒടി വഴി ഉണ്ട്. ഒരു 10-15 അടിയും നടന്നാൽ മതി. അവിടെ ഉത്സാര ഭക്ഷണം. എവിടുന്നാ വരുന്നത്? ഞങ്ങള് ഈ തൃശ്ശൂർ ഭാഗത്ത്. ആണോ? എന്നാ ചെല്ലി. ഓക്കെ ഏട്ടാ. ശരി അസ്സലാമു അലൈക്കും. എന്താ അവിടുത്തെ പാട്? വലൈക്കും സലാം. പാടൊക്കെ നല്ല പാടന്നെ. സത്യേട്ടന്റെ വീട് തുടങ്ങിയ ശേഷം ഇവിടെ ഒരു മനുഷ്യല്ലേ? എങ്ങനെ ഉണ്ടാവില്ല? നിങ്ങൾ തന്നെയല്ലേ വരണവരനൊക്കെ പറമ്പിൽ പോയിക്കോളാം വളപ്പിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് വിടുന്നത്. പറമ്പിൽ പോയി കഴിച്ചിട്ട് അവസാനം പറമ്പിൽ പോയി ഇരിക്കേണ്ടി വരരുത്. അതൊന്നും പറയണ്ട. ഈ അടുക്കളയിലെ കാര്യം എന്താ വെച്ചാൽ നോക്കിയേ. നമ്മൾ അതിലൊന്നും ഉള്ളതുള്ളതെന്ന് പറയുന്നുള്ളൂ. സത്യേട്ടന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടല്ലോ, അടിപൊളിയാണ്. എന്താ അടിപൊളിയാണോ? ഇവിടെ ചായപ്പീടിയിൽ നിന്നായിരുന്നു. ഉണ്ണി തന്നെയല്ലേ ഇപ്പൊ അവിടെ പണിയണത്. ഉണ്ണി തന്നെയാണ്. പക്ഷെ ഉണ്ണി പഴയ ഉണ്ണിയല്ല, ഉണ്ണി മാറി. ഏതോ ഷെഫിന്റെ അടുത്ത് പോയിട്ട് ഏതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് പഠിച്ചിട്ടാ വന്നതെന്നൊക്കെ ആൾക്കാർ പറയണത്. എന്തെന്നൊക്കെ ആൾക്കാര് പറഞ്ഞുണ്ടാക്കണേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ബ്ലോഗുകാർ മുഴുവൻ പാടിയാ. ഇന്നലെ മന്മഥം വന്ന് ബ്ലോഗ് ചെയ്തതിന്റെ പേരിൽ എവിടുന്നൊക്കെ ജനങ്ങൾ വരുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ആൾക്കാർ കണ്ണി കണ്ട ആൾക്കാരനെ വിളിച്ച് പരസ്യം കൊടുത്തിട്ട് ഭക്ഷണം നന്നായിട്ടൊന്നല്ല. അല്ല അത് പറയരുത് നിങ്ങള്. കഴിഞ്ഞ ദിവസം ഞാൻ അടുത്തൊരു ബീഫ് വെച്ച്. എന്റെ കോയക്ക, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ബീഫ് വെച്ചില്ല, ഒലത്തിയത്. എന്നാ പിന്നെ അത് ബീഫ് ആവില്ല. ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബീഫ് വെച്ചല്ലേ പറഞ്ഞ. ആ ബീഫിന് എല്ലാ സ്ഥലത്തും ബീഫിന്റെ രുചി തന്നെ. ഏടാ ചങ്ങായി ഇപ്പൊ പത്രത്തിലൊക്കെ കേട്ടില്ലേ, റോട്ടിന്ന് നായക്കളും പട്ടികളൊന്നും കാണാൻ. ആ വർത്താനം പറയത്തിട്ട് നിങ്ങള് പറയാൻ പറ്റില്ല. അല്ല ഉള്ള നമ്മളുള്ള പോലെ പറയണോ? എന്താ തിന്നോളിയും പോയിട്ട്. അല്ല കേക്കിങ്ങള് വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ല, ആൾക്കാര് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തോണ്ട് ആൾക്കാർ പോയിക്കാളുക. അതിന്റെ സങ്കടം. അടിപൊളി തിരക്കാ, ഒരു രക്ഷയില്ല. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു തിരക്ക് ഒരു ഹോട്ടലിലും ഇല്ല. അതാണ്. അസ്സലാമു അലൈക്കും. എവിടെയുള്ളത്? സത്യേട്ടൻ്റെ വീടിയല്ലോ? പറമ്പിലെ സാപ്പാടാ. ഞാൻ അങ്ങോട്ട് വരാം. ഇതൊരു പണിതോ, എനിക്കൊരു സീറ്റ് പിടിക്കട്ടോ. ഒരു ബീഫ് വയ്ക്കാനും ചോറും മണിക്ക്. പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ മുടതല്. ശരി, ഞാൻ വന്നടാ. വന്ന് ഞാൻ ബൈക്ക് എടുത്തത് അങ്ങോട്ട് ഇറങ്ങുന്നു. അതൊക്കെ പൂട്ടിക്കാടൊക്കെ എടുത്ത് വെച്ചിട്ട് മറിമായം